ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 116. ഓം ബഭ്രവേ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 116. ബഭ്രുഹു. ഭരിക്കുന്നവൻ, താങ്ങുന്നവൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ത്രിമൂർത്തികളിൽ രക്ഷിക്കാനും ഭരിക്കാനുമുള്ള ചുമതല ഭഗവാൻ വിഷ്ണുവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ബഭ്രു എന്ന് അഭിസംബോധന ചെയ്യുന്നു. ആദിശേഷന്റെ രൂപത്തിൽ ഭൂമിയെയും പാതാളത്തെയും താങ്ങുന്നവൻ എന്നും, കൂർമാവതാരത്തിൽ മന്ദരപർവ്വതത്തെയും വരാഹാവതാരത്തിൽ ഭൂമിയെയും കൃഷ്ണാവതാരത്തിൽ ഗോവർദ്ധന പർവ്വതത്തെയും താങ്ങിയതുകൊണ്ടും ഭഗവാനെ ബഭ്രു എന്ന് അഭിസംബോധന ചെയ്യുന്നു. ബഭ്രു എന്ന പദത്തിന് അഗ്നി എന്നും അർത്ഥമുണ്ട്. സർവവ്യാപിയും സർവദാഹകനുമായ അഗ്നിയായി വർത്തിക്കുന്നത് വിഷ്ണു ഭഗവാൻ തന്നെയാണ്. ബഭ്രു എന്ന നാമത്തിന് സൂര്യനെന്നും അർത്ഥമുണ്ട്. തൻ്റെ തേജസ് കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്ന സൂര്യനായി രൂപം പൂണ്ടതും മഹാവിഷ്ണു തന്നെയാകയാൽ ബഭ്രു എന്ന നാമത്താൽ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ.